കാരണം മാതാപിതാക്കൾക്ക് ഇത്തിരി ദുരിതകാലമുണ്ട് പൂരാട നക്ഷത്രക്കാർക്ക്. കുറച്ചു കാലമായിട്ട് ദോഷകാലങ്ങളായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാ മനുഷ്യർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അത് എൻ്റെ ഒരു പ്രശ്നമാണ് സ്വാമി. പാമ്പിനെ കണ്ടാൽ ഞാൻ തലക്കടിച്ച് കൊല്ലും. അപ്പോൾ പിന്നെ താങ്കൾക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. രോഗം കാലിൻ്റെ പാദം, നാഗത്തിൻ്റെ വാലും നാഗത്തിൻ്റെ ഭണവും ഉദരവും തുടങ്ങിയിട്ടേ ഉള്ളൂ. താങ്കളുടെ ജീവിതം ഏകദേശം താറുമാറായി എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. നമസ്കാരം. ഒരു അപകടം എപ്പോഴാണ് ഉണ്ടാകുന്നത്, അബദ്ധങ്ങൾ എപ്പോഴാണ് വന്ന് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഒരിക്കലും പറ്റില്ല. കഷ്ടകാലം വണ്ടി പിടിച്ച് വരും എന്നാണ് അല്ലേ? നമ്മൾ ഒരു പണിയും ഇല്ലാതെ വീട്ടിൽ ഇരുന്നാൽ ഒരാൾ വന്ന് വിളിക്കും, ആ സ്വാമി എന്ത് ചെയ്യണു എന്ന് ചോദിച്ചു. നമ്മളിവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ എഴുത്തും പരിപാടിയൊന്നും ഇല്ലേ? വല്ലപ്പോഴുമൊക്കെ എഴുതുന്നുണ്ട്. ഇപ്പം എഴുത്തൊക്കെ തീർന്നു, എഴുതി കൈയൊക്കെ കഴിഞ്ഞു. എന്നാൽ സ്വാമി നമുക്കൊരു ഒരു സ്ഥലം വരെ പോവുക. എവിടെ പോവുകയാണ്? ഇവിടെ ഒരു അമ്പലം വരെ പോവുകയാണ്. ഇല്ല സ്വാമിയും കൂടെ വരണം. ഇല്ല ഞാൻ വരുന്നില്ല. സ്വാമി ഒന്ന് വരണം എന്ന്. അപ്പം ആ ടീച്ചറിനോട് പറയും, ടീച്ചറെ. അപ്പം ആ ടീച്ചറാണെങ്കിൽ എന്നെ ഒറ്റയ്ക്ക് ഒരിടത്തും വിടില്ല. അപ്പോൾ ടീച്ചർ പറയും, എന്നാൽ ഞാനും കൂടെ വരാം. അപ്പം ഞാൻ വേണ്ട ടീച്ചറെ, അദ്ദേഹം നമ്മുടെ വേണ്ടപ്പെട്ട ആളല്ലേ, ഞാൻ ഉദാഹരണം പറയുന്നതാണ്, ഞാനും കൂടെ പോയിട്ട് വരാം. നമ്മളും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കാറി കയറി ഇരുന്ന് ഇതൊക്കെ എടുത്തിട്ട് നേരെ താടിയൊക്കെ വളർത്തി നേരെ കൂടെ പോയി. എന്ത് കാര്യത്തിനാണ്? അങ്ങോട്ട് തിരിഞ്ഞും വണ്ടി തിരിയുമ്പം നമ്മളെ കാർ ഡ്രൈവറുടെ പോക്ക് കണ്ടപ്പോൾ നമ്മൾ അണ്ടർവശം പറഞ്ഞു, ഒന്ന് പതുക്കെ പോകണം, ഒന്ന് പതുക്കെ പോകൂ. പറയുന്നതിന് മുമ്പ് ഒരു വണ്ടി വന്ന് ഒരൊറ്റയിടി. പോലീസ് സ്റ്റേഷൻ, അന്നത്തെ ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷൻ. അത് കഴിയുമ്പോഴാണ് ഈ വണ്ടിക്ക് അത് അടച്ചിട്ടില്ല എന്ന്, ഇൻഷുറൻസ് അടച്ചിട്ടില്ല എന്നുള്ള മനസ്സിലാവുന്നത്. മറ്റവൻ്റെ കാലും കയ്യൊക്കെ ഒടിഞ്ഞു. നമ്മൾ വെറുതെ വീട്ടിലിരുന്നതാണ്. ഇതാണ് കഷ്ടകാലത്തിൻ്റെ ഉദാഹരണം. നമ്മളൊന്നും ചെയ്യേണ്ട. ഒരാളൊരു നല്ല വീട് വെച്ചു. അപ്പുറത്തൊരു വീട്ടുകാരനുണ്ട്, അവന് നമ്മളോട് ഒരു വൈരാഗ്യമില്ല. നമ്മൾ അവിടെ ഒരു വീട് വെച്ച് പോയി, ഇതേ ഒരു കുഴപ്പമുള്ളൂ. അവനിങ്ങനെ നോക്കുമ്പം ഇവൻ വേറെ ഒരു വീട് വെച്ചേക്കണം. അതിൻ്റെ ജാതിയെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല കേട്ടോ. അവൻ വീട് വെച്ചു. ഇവന് എന്തൊരു ജോലി? ഇവൻ എന്തരോ ജോലിയാണ്, വലിയ ജോലിയൊന്നുമില്ല. ഞാൻ ഗൾഫിൽ പോയി പൈസയൊക്കെ ഉണ്ടാക്കി വന്നിട്ട് ഞാൻ ഇതിനേക്കാൾ ചെറിയ വീടല്ലേ വെച്ചേക്കുന്നത്. ഇവൻ്റെ വീടിനൊരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നടന്ന സംഭവമാണ് കേട്ടോ. ഒരു ചത്ത പട്ടിയെ എടുത്തിട്ട്, ചത്തുപോയ പട്ടി റോഡിൽ കിടക്കുന്നത്, അതിനെ എടുത്ത് ഈ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചു. ഒന്ന് ആലോചിക്കണം, വല്ല കാര്യമുണ്ടോ? അപ്പോൾ പാവപ്പെട്ട മറ്റേ മനുഷ്യൻ വീട് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. രാവിലെ ജോലിക്കാർ വന്ന് പറഞ്ഞു, ഇത് ആരാണ്ട് ഒരു ചത്ത പട്ടിയെ ഇവിടെ കൊണ്ട് വെച്ചു. അപ്പം മറ്റാൾ പറഞ്ഞു, അപ്പോൾ ആരും കൊണ്ട് വെച്ചതായിരിക്കത്തില്ല, അത് ഇവിടെ വന്ന് ചത്തതായിരിക്കും. ഇല്ല സ്വാമി, ഇത് വലിച്ചടച്ചുകൊണ്ട് വന്നതാണ്, കാണാം. സ്വാമി എന്നല്ല സാറേ, ഇത് വലിച്ചടച്ചുകൊണ്ട് വന്ന് കണ്ടാൽ കാണാം. എന്താണ്? അപ്പോൾ അപ്പുറത്തെ ആൾ മതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് വന്നു. അവന് നിറഞ്ഞ സംതൃപ്തി. അപ്പോൾ ഇവിടെ ഒരു പട്ടി ഇങ്ങനെ ചത്ത്. പട്ടികളാകുമ്പോൾ ചാവും. റോഡിൽ കൊണ്ട് ഒരുപാട് പട്ടി പോയില്ലേ, നിങ്ങളൊരു കയറ്റിടൂ. എന്തൊരു മനുഷ്യരാണ്! മനുഷ്യൻ്റെ സ്പർദ്ധ ഉയരത്തിൽ. കാരണം ഇയാളെക്കാൾ ഉയരത്തിൽ ഒരു വീട് വെച്ചു എന്നുള്ളതേ ഉള്ളൊരു കാര്യം അല്ലേ? രണ്ട് സുഹൃത്തുക്കൾ നമ്മുടെ ബേക്കറി ജംഗ്ഷനിലാണ്. എൻ്റെ കൂടെ പഠിച്ച ഒരു സുനിൽ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അവർ രണ്ടുപേരും എൻ്റെ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുകയാണ്. പിന്നെ അവർ രണ്ടുപേരും കൂടെ വളരെ സുഹൃത്തുക്കളായിരുന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ നിന്ന് നാട്ടിൽ നിന്നൊക്കെ വന്നതാണ്. ഒരു വീട് വെച്ചു. ഇപ്പുറത്ത് ഒരു മതിൽ രണ്ട് വീടായിട്ടൊക്കെ വെച്ച് ബേക്കറി ജംഗ്ഷനിലാണ് ഇവിടെ തിരുവനന്തപുരത്ത്. സന്തോഷമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പം രണ്ടുപേരും 2 തെങ്ങ് വെച്ചു. തെങ്ങ് വെച്ചപ്പോൾ ഒരാളുടെ തെങ്ങ് വളർന്ന് അതിൻ്റെ ഓല മതിലിനപ്പുറത്തേക്ക് വളർന്നപ്പോൾ മറ്റേ ആൾ പറഞ്ഞു, ആ ഓല അങ്ങ് വെട്ടിക്കളയാൻ. അപ്പോൾ പറഞ്ഞു, അതിപ്പോൾ അവിടെ നിൽക്കട്ടെ, വെട്ടുന്നില്ല. ഇവർ തമ്മിൽ വഴക്കായി. മറ്റേ ആൾ വെട്ടോതി എടുത്തോണ്ടെന്ന് ഒരു വെട്ട് കൊടുത്തു. 2 തവണ കലഹമായി, വെട്ടി ഒരാൾ മരിച്ചുപോയി. 2 സുഹൃത്തുക്കളാണ്, ഒരു ഓലയുടെ വിഷയമാണ്. അപ്പോൾ എന്താണ്, സമയം എപ്പോഴാണ് നമുക്ക് തിരിഞ്ഞു വരുന്നതെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റില്ല. കാലം അങ്ങനെയാണ് അല്ലേ? ആ കാലം തിരിഞ്ഞു പോകും. മറ്റേ ആൾ എന്ത് ചെയ്തു? ഈ പട്ടിയെ കൊണ്ടിട്ട് അയാൾ ഇന്നും ആ വീട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റില്ല. ആ വിചാരത്തിൻ്റെ ഞാൻ പറഞ്ഞു, അതങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്ക് പോട്ടെ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, സ്വാമി എനിക്ക് ഒരു മകളാണ് ആകപ്പാടെ ഉള്ളത്, ആ കുട്ടിക്ക് പേടിയാണ്, ഞങ്ങൾ ഈ വീട് വിറ്റിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആ വീടിന് ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ അയൽവാസി, അദ്ദേഹത്തിന് ഒരു വിഷയവുമില്ല. അദ്ദേഹത്തിന് അസൂയയിൽ നിന്നുണ്ടായ ഒരു മനോരോഗത്തിൽ നിന്നാണ്. പുള്ളിയുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ബാധമായിട്ട് അപ്പുറത്ത് കിടക്കുവാണ്. അതല്ല പുള്ളിക്ക് പ്രശ്നം. ഈ വീട്ടിൽ എന്താണ് നടക്കുന്നത്, ഈ വീട്ടിൽ എന്താണ് പ്രശ്നം? ആ പാവപ്പെട്ട പെൺകുട്ടി, അയാളൊരു സാധു മനുഷ്യൻ, പഞ്ചായത്തിൽ നിന്ന് അങ്ങാണ്ട് ജോലിയുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ദൂരെയാണ് ജോലി ചെയ്യുന്നത്. അയാൾ ഇവിടെ വന്നൊരു സ്ഥലം മേടിച്ചു പോയെന്നൊരു കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ നന്മയില്ലാതെ വരുന്നല്ലോ അല്ലേ? നന്മ എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടി അല്ലേ? അയാൾക്ക് എന്താണ്
കാര്യം അതിനകത്ത്? എന്ത് നേട്ടമാണ് ഇയാൾക്ക് ഉണ്ടാകുന്നത്? ഇവരെല്ലാം തന്നെ വലിയ അവസാനം അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടെ. ഞാൻ ഓരോ മനുഷ്യൻ എൻ്റെ അടുത്ത് വരുമ്പം വയ്യ എന്നൊക്കെ പറഞ്ഞ് വരുമ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരുമ്പം ഒരാളുടെ ജോലിയുണ്ട്, അയാളുടെ ഈ സ്ഥിരം ജോലി. എന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വിളിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചു, എന്നെ വിളിച്ചു പറഞ്ഞാൽ സ്വാമി ആകെ പ്രശ്നങ്ങളാണ്. ഞാൻ എന്തേ? അത് പ്രശ്നങ്ങൾ കൊണ്ട് നിൽക്കാൻ വയ്യ. ഞാൻ ചോദിച്ചു, എന്തേ പ്രശ്നങ്ങൾ? എന്താണ് താങ്കളുടെ പ്രശ്നങ്ങൾ? അല്ല, താങ്കൾ റോട്ടറി അടിച്ചാൽ എന്നെ വിളിക്കുമല്ലോ, പ്രശ്നമുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. അല്ല, അതെ, പുള്ളിയുടെ സംസാരം കേട്ടാൽ നമ്മളങ്ങനെ ചോദിച്ചു പോകും. അതെ, എന്നെ പിന്നെ പാമ്പിനെ കൊണ്ട് നിവർത്തിയില്ല. സ്വാമി പാമ്പിനെ കുറിച്ച് എന്തൊക്കെ സംസാരിക്കുമെന്ന് ഭാര്യ കേട്ടു. സ്വാമിയുടെ ഒന്നും ഞാൻ കേൾക്കാറൊന്നുമില്ല, സ്വാമിയുടെ പിന്നെ എൻ്റെ ഭാര്യ കേട്ടിട്ട് പറഞ്ഞ കേട്ടു. ഞാൻ പറഞ്ഞു, അത് താങ്കളൊരു ദിവസം കേൾക്കാത്തത്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല, ചുമ്മാ അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞു. പിന്നെ സ്വാമിക്ക് ഇത്തിരി പൈസ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഈ DNA ചാനലിൽ വന്നിരുന്ന് പറയണമെന്നും ഞാൻ പൈസയൊന്നും വാങ്ങിച്ചിട്ടല്ല. എനിക്ക് ചുറ്റും നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് പറയാമെന്നുള്ളതല്ലാതെ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ഞാൻ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട DNA പ്രേക്ഷകരെ അറിയിക്കാമെന്നുള്ളതല്ലാതെ ഞാൻ പണം മേടിച്ചുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. ഞാൻ ആകെ പണം മേടിക്കും. മുഴുപ്പാലത്തറി മാടന്തമ്പുരാ ക്ഷേത്രത്തിൽ ഞാൻ ഫലം പറയുന്ന ദിവസം 1000 രൂപ അവിടെ കൊടുക്കാൻ പറയും. എൻ്റെ 1 രൂപ എനിക്കും തരാൻ പറയും. പിന്നെ ഞാൻ അവിടെ ഈ നെഗറ്റീവ് എനർജിയുടെ ഒരു സോപ്പ് കൊടുക്കുന്നുണ്ട്, അതും പറയും. അവിടേക്കാണ് ജ്യോതിഷന് അതിൽ നിന്ന് തന്നെ 100 രൂപ കൊടുക്കും. ഇത് തന്നെ എനിക്ക് പറയുന്നത്. ഇത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കും, ഇല്ലെങ്കിൽ അതും ചെയ്യിപ്പിക്കത്തില്ല. അതിനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ടീച്ചറിൻ്റെ വളപണയം വെച്ചൊന്നും പൂജകളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചെറിയ പൂജകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും എനിക്ക് വിരോധമൊന്നുമില്ല. ഉള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെയല്ലേ പറ്റുള്ളൂ. അല്ല സ്വാമി, അതിപ്പോൾ ഞാൻ ചോദിച്ചാൽ അപ്പോൾ ഇതെന്താണ് പ്രശ്നം? അത് എൻ്റെ പാദത്തിന് കംപ്ലീറ്റ് തൊലി മുഴുവൻ ഇളകിപ്പോവുകയാണ്. ഞാൻ പറഞ്ഞു, വേറെ എന്തുണ്ട്? വേറെ വയറിന് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞാലേ വയറിൽ നിന്ന് പോകുന്നുള്ളൂ. പിന്നെ വേറെ എന്തുണ്ട്? വേറെ കഴുത്തിൻ്റെ പുറകിൽ ഒരു വലിയ പ്രശ്നം. കാരണം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ കഴുത്തിങ്ങനെ താണു പോവുകയാണ്. ഞാൻ ചോദിച്ചു, എത്ര പാമ്പിനെ കൊന്നിട്ടുണ്ട്? അത് എൻ്റെ ഒരു പ്രശ്നമാണ് സ്വാമി. പാമ്പിനെ കണ്ടാൽ ഞാൻ തലക്കടിച്ച് കൊല്ലും. അപ്പോൾ പിന്നെ താങ്കൾക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏത്? താങ്കൾക്ക് ഇത് രോഗം, കാലിൻ്റെ പാദം, നാഗത്തിൻ്റെ വാലും നാഗത്തിൻ്റെ ഭണവും ഉദരവും തുടങ്ങിയിട്ടേ ഉള്ളൂ. താങ്കളുടെ ജീവിതം ഏകദേശം താറുമാറായി എന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എന്തിനു സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നു? പിന്നെ എങ്ങനെ പറയണം? ദൈവവിശ്വാസമില്ല. സർപ്പക്കാവിൻ്റെ അടുത്തുകൊണ്ടൊന്ന് വീട് വെച്ചു. സർപ്പങ്ങൾ കഴിഞ്ഞ് അടുക്കളയിൽ കയറുമ്പോൾ പുള്ളിയുടെ ജോലി അതിനെ അടിച്ചു കൊന്നിട്ട് കൊല്ലുക മാത്രമല്ല ചെയ്യണത്, എടുത്ത് തീയിലിട്ട് മണ്ണെണ്ണയും കൂടെ ഒഴിക്കും. ആ ഭാര്യയ്ക്ക് ഒരു ദിവസം പോലും സമാധാനവും ശാന്തിയില്ല. ഇപ്പം ഇയാൾക്ക് സ്വയം വയ്യാതായി. അപ്പോൾ ഞാൻ ഈ നാഗത്തിനെക്കുറിച്ച് പറയുന്നതും ഇതിനകത്ത് പറയുന്ന വാർത്തകളൊക്കെ കേട്ട് ഇങ്ങനോട് പറഞ്ഞ്, അപ്പം എന്നാൽ പിന്നെ ഒന്ന് വിളിച്ച് കളയാം എന്ന് പറഞ്ഞ്, സ്വാമിയാണോ? അതെ. ഞാൻ അന്തലൂർ സ്വാമിയാണോ? അതെ. ഞാനേ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു, എന്താണ്? അതെ, എൻ്റെ കഴുത്തിനും കാലിനും എൻ്റെ ഉദരത്തിനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു, പാമ്പുകളെ ഞാൻ കൊന്നുകൊണ്ടിരിക്കും, ഇനിയും കൊല്ലും. പിന്നെ പാമ്പിനെ നമുക്ക് ഉമ്മോയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഉമ്മോയ്ക്കേണ്ട, നിങ്ങൾ അതിനെ കൊല്ലണ്ട. നിങ്ങൾ സർപ്പക്കാവിൻ്റെ അടുത്തുകൊണ്ടൊന്ന് വീടും വെച്ചിട്ട് സർപ്പദുരിതങ്ങൾ. എന്നാൽ പിന്നെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വീട്ടിലൊന്നും ഈ പ്രശ്നമില്ലല്ലോ. ഞാൻ പറയും, നിങ്ങൾ ഇത് പറയാനാണ് എന്നെ വിളിച്ചത്. രാവിലെ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പം ഞാൻ 6 നോവലുണ്ട്, അതിൽ 3ാമത്തെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾ എന്നെ വിളിച്ച് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അല്ല, അങ്ങനെയല്ല സ്വാമി, എനിക്കിപ്പോൾ ആരോഗ്യ പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളുടെ കാൽപാദം നാഗത്തിൻ്റെ പാദം, നാഗത്തിൻ്റെ വാൽഭാഗം, ഉദരം നാഗത്തിൻ്റെ വയറിൻ്റെ ഭാഗം, ബന്ധനം, നിങ്ങളുടെ പത്തി നാഗത്തിൻ്റെ ഫണം, നിങ്ങളുടെ സകല തൊലിയും ഇളകിപ്പോവും. ഇപ്പോൾ കുറച്ചു നേരം നിശബ്ദമായി. നിങ്ങളുടെ സകല തൊലിയും ഇളകിപ്പോവും. അതിന് മരുന്നില്ല. ഞാൻ ഡോക്ടറെ കണ്ടുനോക്കി. ഞാൻ ഇന്ന ഡോക്ടറെ കണ്ടു, ഇത് മരുന്ന്, ഇത് വേറെ എന്താണ് എന്നാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ തൊലി മുഴുവൻ ഇളകിപ്പോയേ പറ്റുമോ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അല്ല, ഇതെല്ലാം അന്ധവിശ്വാസമല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ പണിയുണ്ട്, നിങ്ങൾ ഫോൺ വയ്ക്ക്. ഇങ്ങനെയാണ് മനുഷ്യൻ. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ അനുഭവിച്ചുകൊണ്ടിരുന്നാൽ പോലും ഇത് അന്ധവിശ്വാസമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. പുള്ളിക്ക് വരാൻ പോകുന്ന വിപത്തുകൾ എന്തൊക്കെയാണ്? ഇല്ലെങ്കിൽ ഇവിടെ ശാസ്ത്രമൊക്കെ വളർന്ന് ആകാശവും വളർന്ന് ആകാശത്തിൻ്റെ അപ്പുറത്ത് പോയി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകൊത്തി നാളെ സൂര്യനിലും പോകും എന്നാണ് പറയുന്നത്. ഇതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾ ബുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും ഉൾക്കൊള്ളാനോ പറയാനോ ഒന്നും അവർക്ക് പറ്റില്ല. അപ്പോൾ കുറേ കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നെ വിളിച്ചു, സ്വാമി വളരെ ദുഃഖിതനായിട്ട് ഇവിടെ ഇരിക്കുന്നു, രാവിലെ ആഹാരമൊന്നും കഴിച്ചില്ല. ഞാൻ അല്ല സ്വാമിയെ രാവിലെ വിളിച്ചിരുന്നു, ഇവിടെ പാമ്പുകളൊക്കെ അടിച്ചു കൊന്ന് തൊലിയും കാര്യം. പുള്ളിക്ക് ആകെ പ്രശ്നത്താണ്, വയറ്റിൽ നിന്ന് പോകാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങളോടൊക്കെ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ പറഞ്ഞു,
വല്ല ആയുർവേദ വൈദ്യനെ കണ്ട് മരുന്നുകളൊക്കെ ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ട്, അത് വാങ്ങിച്ചു കൊടുത്ത് ഇളക്കണം. അതെല്ലാം കഴിച്ചു സ്വാമി, ഒരു രക്ഷയില്ല. ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് ഈ നാഗങ്ങളെ കൊന്നിൻ്റെ ബന്ധനമാണ്, ഇതിന് പരിഹാരമൊന്നുമില്ല, നിങ്ങളിത് അനുഭവിച്ചേ പറ്റുമോ? അയ്യോ സ്വാമി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം, ആൾ ഭയങ്കര പാവമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ ദുഃഖിച്ച് തടിക്ക് കൈയും കൊടുത്താൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു, ഇങ്ങനെ കുനിഞ്ഞ്. ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ട പുള്ളി ഇങ്ങനെ ഇരിക്കുന്നത്. ഞാനെന്ത് പറയാനാണ് ഇതിനൊക്കെ? എന്ത് പരിഹാരമാണ് പറയേണ്ടത്? ഇപ്പോൾ എവിടെയെങ്കിലും ചെന്നാൽ ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട മഹാനായ പണ്ഡിതൻ പറയും, നമ്മുടെ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിൽ പോയി ഇന്ന പരിഹാരം ചെയ്യുക, മണ്ണാറശാല പോയി ഇന്ന പരിഹാരം ചെയ്യുക, എന്നാൽ പിന്നെ ഉള്ള സർപ്പക്ഷേത്രങ്ങളിലൊക്കെ പോയി ഇന്നതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് കുറേ എഴുതി കൊടുക്കും. യാതൊരു പ്രയോജനവുമില്ല. ഉള്ള നാഗങ്ങളെല്ലാം അടിച്ചു കൊന്ന് അതിനെ മണ്ണയെ ഒഴിച്ച് തീയിട്ട് ആത്മസംതൃപ്തി നേടുന്ന ഇത്തരം മനുഷ്യരോട് സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരാൾ നിത്യം കാണുന്നൊരു സ്വപ്നമുണ്ട്. എന്താണ്? ഉയരമുള്ള സ്ഥലത്ത് നിന്ന് താഴോട്ട് പോവുക. അപ്പം ഞാൻ ചോദിച്ചു, ഏതാണ് നിങ്ങളുടെ ഉയരമുള്ള സ്ഥലമെന്ന് പറയുന്നത്? സ്വാമി ഞാൻ എന്നും കാണുന്നൊരു സ്വപ്നമുണ്ട്. വൈകുന്നേരം രാത്രി നേരം വെളുക്കുമ്പം ഒരു 3:30 മണി കഴിഞ്ഞ് 5 മണിക്കിടയ്ക്ക് കാണുന്ന സ്വപ്നമാണ്. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ നിങ്ങളെ സമയം കൃത്യമായിട്ടല്ല, ഞാൻ ആ സമയത്തൊന്ന് മൂത്രം ഒഴിക്കാൻ എഴുന്നേക്കും. എഴുന്നേറ്റ് ഞാൻ വന്ന് കിടന്നതിന് ശേഷമാണ് കാണുന്നത്. എന്താണ്? ഞാനൊരു മല ഓടി കയറുവാണ്. ഒരു മല ഓടി കയറിയിട്ട് മുകളിൽ ചെല്ലുമ്പം ഞാൻ അതിഭയങ്കരമായിട്ട് അതിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് വീഴും. ഞാൻ പിന്നെ താങ്കളുടെ പണി എന്താണ്? എനിക്കൊരു ചെറിയ ഫിനാൻസ് കമ്പനിയാണ്. ഞാൻ പറഞ്ഞു ഫിനാൻസ് എന്ന് പറഞ്ഞാൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന, സ്വർണം പണയം എടുക്കുന്നത്. അതെ. ഇപ്പോൾ എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല. എത്ര കാലമായി സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട്? സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മാസമായി. അപ്പോൾ ആരെങ്കിലും കണ്ടോ? ഇതിനൊക്കെ എന്തോന്ന് സ്വാമി, ഒരു സ്വപ്നം കാണുന്നതിനൊക്കെ ആരെങ്കിലും കാണുന്നത്? ഞാൻ പിന്നെ എന്നെ കണ്ടത് അത് ഞാൻ ഇങ്ങനെ സ്വാമിയുടെ യൂട്യൂബ് ഇങ്ങനെ കണ്ടു. ഞാൻ ഏതാണ് കണ്ടത്? അത് ഇങ്ങനെ DNA ചാനലിൽ ഇങ്ങനെ ഇരുന്ന് സ്വാമി പറയുന്നതൊക്കെ കേട്ടു. അപ്പോൾ സ്വാമി ഒന്ന് വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു എന്നിട്ട് അല്ല, ഞാൻ വിളിച്ച് ചോദിച്ചാണ്. ഞാനിങ്ങനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക്, ഞാൻ പറഞ്ഞ കുന്നും മലയും വല്ലതും ആണോ? ഒരു മല പോലെയൊക്കെ തോന്നും. ഞാൻ പറഞ്ഞ അകത്ത് കാട് വല്ലതും ഉണ്ടോ? അതുണ്ട്. ഞാൻ ഓടി ഓടി കിതച്ച് മുകളിലെത്തും. അപ്പം ഭാര്യ അടുത്ത് കിടന്ന ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തോന്ന് കിടന്ന് കിതയ്ക്കണമെന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന്. സ്വപ്നത്തിൽ പുള്ളി കിതച്ചുകൊണ്ട് ഓടുവാണ്. ഓടി മലയുടെ മുകളിലെത്തുമ്പം അവിടുന്ന് ഞാൻ പറഞ്ഞു ആരെങ്കിലും പിടിച്ചു തള്ളിയതാണ്? ഇല്ല സ്വാമി. ഞാൻ അവിടെ എത്തുമ്പം അവിടുന്ന് ഇങ്ങനെ നമ്മൾ മലവെള്ളം ഒഴുകി വീണ പോലെ ഒഴുകി താഴെ വന്ന് വീഴും. ഞാൻ പറഞ്ഞു എത്ര രൂപയാണ് പലിശ വാങ്ങിക്കുന്നത്? അല്ല പലിശയൊക്കെ കുറവാണ്. എത്ര? 5 രൂപ. സ്വർണം? അത് സ്വർണ്ണം ഞാൻ എടുക്കും, അവിടെ നിന്നെടുത്ത് ഞാൻ വേറെ കൊണ്ടുവയ്ക്കും. ഞാൻ പെൺമക്കളുണ്ടോ? ഇല്ല, ആൺമക്കളേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മക്കളാരെങ്കിലും എതിർപ്പുണ്ടോ? അല്ല, അവർക്ക് ഈ പലിശയ്ക്ക് കൊടുക്കുന്നതിനൊക്കെ എതിർപ്പാണ്. പിന്നെ താങ്കൾ എന്തിനാണ് ഇത് ചെയ്യണം? അവർക്ക് ഇതൊന്നും ആവശ്യം. അവർ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ഉണ്ടാക്കിയ സ്വത്തോ അച്ഛനുണ്ടാക്കിയ സമ്പത്തുകളും ഒന്നും ഭൂമിയോ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഈ ഫിനാൻസ് കമ്പനി ഇത് നിർത്തണം. ഈ പണം പലിശ കൊടുക്കുന്ന ആൾക്കാർ പണം അറുപ്പ് പലിശ വാങ്ങിക്കുന്നവൻ്റെ മക്കളാണെന്ന് പറയുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അമ്മയൊന്നും പറയത്തില്ല. അപ്പോൾ അമ്മയോട് ഞങ്ങൾ പറഞ്ഞു നോക്കി ഇത് നിർത്താൻ പറയാം. അയ്യോ നിങ്ങളുടെ അച്ഛനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പലിശ കൊടുക്കുന്ന പരിപാടി നിർത്തൂ. ഇല്ല. അതെന്താ? പണമില്ലാതെ ജീവിക്കാൻ പറ്റൂ? സ്വാമിക്ക് ഒരുപാട് പണം ഉണ്ടായിരുന്നില്ലേ? അവസാനം താമ്പി തെണ്ടിത്തിരിഞ്ഞ് നടന്നില്ലേ? ഞാൻ പറഞ്ഞു ഞാൻ തെണ്ടിത്തിരിഞ്ഞൊന്നും നടന്നില്ല. എൻ്റെ ആവശ്യത്തിൽ കൂടുതൽ പണം ഉണ്ടായിരുന്നു. എൻ്റെ വിധി കൊണ്ട് ആ പണമൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞാൻ മറ്റൊരവസ്ഥയിൽ താടിയൊക്കെ വളർത്തിയിരുന്ന് ഇവിടെ വന്നിരുന്ന് ഇതൊക്കെ പറയുന്നില്ലേ? എന്തുകൊണ്ടാണ്? അനുഭവമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അനുഭവമാണ് സമ്പത്ത്. ഇഷ്ടംപോലെ ധനമുണ്ടായിരുന്നു, ഇഷ്ടംപോലെ സ്വത്തുണ്ടായിരുന്നു, വാഹനങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും വിധി കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിലുണ്ടാകുന്ന പണം, ഇപ്പോഴുണ്ടാകുന്ന പണം എന്താണ്? എഴുതി ഉണ്ടാക്കുന്ന പണം, അക്ഷരങ്ങളിലൂടെ കിട്ടുന്ന പണം അല്ലേ? ആ പണത്തിന് കിട്ടുന്ന സമാധാനം, ശാന്തി, സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? അനുഭവങ്ങളാണ് സമ്പത്ത്. ആ സമ്പത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാകുന്നത്. അത് ആൾക്കാർക്ക് പകർന്നു കൊടുക്കുമ്പം എന്ത് കിട്ടും? അത് അവരെ ഒന്ന് മനസ്സിലാക്കണം. ഇതാണ് ഞാൻ പണം പലിശയ്ക്ക് കൊടുത്താൽ ഞാൻ അർഹതയില്ലാത്ത നേടിയാൽ ഇതൊക്കെ ഉണ്ടാകും എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയായിട്ട് എങ്ങനെ? അമ്മയായിട്ട് ഞാൻ നല്ല ടേംസ് ഒന്നും ആയിരുന്നില്ല. അതെന്താ? ഞാൻ നിങ്ങളെ പ്രസവിച്ചതല്ലേ? അല്ല, ഞാൻ അവരുമായിട്ട് ശരിയാവില്ല. അതെന്താ? അല്ല, എൻ്റെ സ്വത്തിൻ്റെ അത് ഭൂമി വീതം വെച്ചപ്പം ആ സ്വത്ത് മുഴുവൻ എൻ്റെ സഹോദരിക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു അതിന് നിങ്ങൾക്ക് സഹോദരിയുടെ ഭർത്താവ് എന്ത് ചെയ്യണം? അയാൾ മരിച്ചുപോയി. അവരപ്പം ഒരു അമ്മ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സമ്പത്തുണ്ട്. അല്ല, അത് കുടുംബസ്വത്തല്ലേ? അത് തുല്യമായിട്ട് വീതം വെക്കണ്ടേ? അത് എനിക്കൂടെ തരണ്ടേ? ഞാൻ ഒരു മകനല്ലേ ഉള്ളൂ. എന്തൊരു മനുഷ്യരാണെന്ന് ആലോചിച്ചു. ഇവരെയൊക്കെ മനുഷ്യൻ്റെ ഗണത്തിൽ പെട്ടാൻ പറ്റും. അതുകൊണ്ട് പെറ്റ തള്ളയെ നോക്കൂല. ഒരു ഓണത്തിനൊരു വസ്ത്രം എടുത്താൽ ഓണം വരുവാണ്, ഒരു വസ്ത്രം എടുത്ത് അവർക്ക് കൊണ്ടു കൊടുക്കൂല. നമ്മൾ അച്ഛനൊരു പട്ടാളത്തിലായിരുന്നു. അച്ഛൻ ഒന്നും വളരെ അച്ഛൻ എന്ത് നിശബ്ദനാവുന്നത്? ഞാൻ ഇങ്ങനെ ഒരു മകനെ
പ്രസവിച്ചു പോയല്ലോ ഭഗവാനേ, അയ്യോ ഇവനെ ഞാൻ എൻ്റെ രക്തത്തിൽ നിന്ന് ആണോ ഇവൻ ജനിച്ചത് എന്ന് ദുഃഖിച്ചിരിക്കണം അച്ഛൻ. ശവനെയാണോ ഞാൻ സൃഷ്ടിച്ചത്, അവൻ മകനാണോ എന്ന് വിചാരിച്ച് നിശബ്ദനായി പോയ അച്ഛൻ. ആ അമ്മയ്ക്ക് ഭർത്താവ് മരിച്ച് 2 മക്കളുമുള്ള 2-3 മക്കളുമുള്ള പെൺകുട്ടികളുള്ള അമ്മയ്ക്ക് ഈ സ്വത്തിൻ്റെ 3/4 ഭാഗം കൊടുത്തതിന് ഇവൻ പറഞ്ഞു എനിക്കത് വേണ്ട, പിച്ചക്കാശ്. അത് അച്ഛനുണ്ടാക്കിയത്, അച്ഛൻ അപ്പൂപ്പന്മാരുണ്ടാക്കിയ സ്വത്തിൻ്റെ പിച്ചക്കാശ് എനിക്ക് വേണ്ട. അവിടെ അവരെ ഞാൻ കാണാൻ പോവില്ല. അവർ ചത്താ ഞാൻ പോവില്ല സ്വാമി. ഞാൻ ഒരു പിടി മണ്ണ് വാരി ഇടൂല സ്വാമി. ആർക്കു വേണ്ടി ഒരു കർമ്മം ചെയ്യില്ല സ്വാമി. ഞാൻ നിങ്ങൾ എന്തൊരു മനുഷ്യനാണ് മനുഷ്യ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ കാണുന്ന സ്വപ്നം എന്താണ്? നിങ്ങൾ ഒരു മലമുകളിലേക്ക് ഓടിക്കയറുന്നു കിതച്ചുകൊണ്ട്, എന്നിട്ട് അവിടുന്ന് തലകുത്തനെ താഴേക്ക് വീഴുന്നു. നിങ്ങളുടെ സർവ്വ സ്വത്തുക്കളും ഏറ്റവും അടുത്ത് നശിച്ചു പോകുന്നു മാത്രമല്ല, നിങ്ങൾ കാരാഗൃഹവാസം, നിങ്ങൾക്ക് കാരാഗൃഹവാസവും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവം നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. മനുഷ്യ, നിങ്ങൾ ചെയ്യുന്ന ഹീനമായ പ്രവൃത്തി, പെറ്റ തള്ളയെ നോക്കാത്തത്, അച്ഛൻ നിശബ്ദനായ അച്ഛൻ്റെ മനോദുഃഖം, ആ അദ്ദേഹത്തിൻ്റെ ശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ശാപം, സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായി ജീവിക്കുന്ന ഭാര്യയ്ക്ക് കൊടുത്ത സ്വത്തിന് വേണ്ടി നിങ്ങളുണ്ടാക്കിയ കലാപം, അച്ഛൻ്റെയും അമ്മേൻ്റെയും പേരിൽ കൊടുത്ത കേസ്, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും നിങ്ങളുടെ സ്വത്തോ പണമോ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും പലിശയ്ക്ക് കൊടുത്തുണ്ടാക്കുന്ന പണം, ഇതെല്ലാം തന്നെ നിങ്ങൾ അമ്പലത്തിൽ പോവും. ഞാൻ അമ്പലത്തിൽ പോവും. എവിടെ പോവും? ഞാൻ ശ്രീകണ്ഠേശ്വരത്ത് പോവും. എന്നിട്ട് ഞാൻ ശ്രീകണ്ഠേശ്വരത്ത് പോയി തൊഴും. രാവിലെ വെളുപ്പിന് നിർമ്മാല്യം തൊഴും. പിന്നെ അവിടെ എവിടെയൊക്കെ തൊഴും? അവിടെ എല്ലായിടം തൊഴും. ഞാൻ അവിടെ ബ്രഹ്മരക്ഷസുണ്ട്, തൊഴും. അവിടെ പോവും. അപ്പം നിങ്ങൾ അവിടെ കിട്ടുന്ന പുണ്യമെല്ലാം കൊണ്ടുവന്ന് ആ ബ്രഹ്മരക്ഷസിനും കൂടെ കൊടുത്ത് അതെല്ലാം അവിടെ തന്നെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വരും. മനുഷ്യ, നിങ്ങളൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. എന്തായിട്ട് ജീവിക്കാൻ നോക്കണം? നിങ്ങളൊരു മനുഷ്യൻ, ദയ, കരുണ, അല്ലേ, സഹതാപം, മറ്റുള്ളവരുള്ള ഒരു സഹതാപം, മറ്റുള്ളവരുടെ ദുരന്തത്തിൽ ഒരു സ്പർശം കൊണ്ട്, ഒരു നോട്ടം കൊണ്ട് അവനെ നിങ്ങളൊന്ന് സഹായിച്ചില്ലെങ്കിൽ പോലും അവനോടൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റും. നിങ്ങൾ പണം കൊടുക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ കൊടും ക്രൂരതയുണ്ടല്ലോ, ഈ ക്രൂരത സ്വന്തം പെറ്റ തള്ളയോടും, ഈ നിശബ്ദനായ അച്ഛനോടും, വിധവയായ സഹോദരിയോടും, മക്കളോടും, പിന്നെ നിങ്ങളുടെ മക്കൾ പോലും ഇത് വേണ്ടാന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കിടന്നു പോയാൽ, നിങ്ങളിപ്പോൾ കാരാഗ്രഹവാസം ഉറപ്പാണ്. നിങ്ങളെ സർവ്വ സ്വത്തുക്കളും നഷ്ടപ്പെടും. ഞാനാ പറഞ്ഞു, നിങ്ങൾ എഴുതി വെച്ചോ. കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വരൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന നിങ്ങളുടെ ഫിനാൻസ് കമ്പനി പൊളിയും, നിങ്ങൾ പണയം പലിശയ്ക്ക് കൊടുത്തുകൊള്ളും, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ സർവ്വതും നഷ്ടപ്പെട്ട് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ തിരിഞ്ഞു നോക്കാൻ ആര് വരും? ഭാര്യയും മക്കളും വരില്ല, അച്ഛൻ വരൂ ഇല്ല, പക്ഷെ അമ്മ വരും. അതാണ് അമ്മ. മനസ്സിലല്ലേ? നിങ്ങൾ ചത്താൽ ഒരു പിടി മണ്ണ് വാരി ഇടൂല, ബലികർമ്മം ചെയ്യൂല എന്ന് പറഞ്ഞില്ലേ? ഒരു ഓണത്തിന് നിങ്ങളൊരു മുണ്ട് വാങ്ങിച്ചു കൊടുത്താൽ എത്ര കാലമായി മനുഷ്യ അവർക്ക്. നിങ്ങളെ മുണ്ടൊന്നും അവർക്ക് വേണ്ട. അങ്ങനെ ആ വയസ്സായ മനുഷ്യൻ അന്തസ്സായിട്ട് അവരെ നോക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അവർ നിങ്ങൾ ഓർത്ത് കണ്ണീര് പൊഴിക്കും. എൻ്റെ മകൻ ജയിലിൽ കിടക്കേണ്ട ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്? ഒരു മകൻ ഒരു അമ്മയെ കൊന്നിട്ട് ആ ഹൃദയവുമായിട്ട് ഓടുകയാണ്. ഹൃദയമായിട്ട് ഓടുകയാണ് അമ്മയെ കൊന്നിട്ട്. ഓടുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് അവൻ തട്ടി വീണിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഹൃദയം തെറിച്ചു പോകും. അപ്പോൾ ആ ഹൃദയം അവനോട് ചോദിക്കും, മകനെ നിനക്ക് വേദനിച്ചോ എന്ന് ചോദിക്കുന്ന അമ്മമാരുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ വിളിക്കുന്ന പല മനുഷ്യരും, പല പെൺകുട്ടികളും, ആൺകുട്ടികൾ കുറവാണ്, അമ്മമാർ ചെയ്യുന്ന, പെറ്റ തള്ള അവരോട് ചെയ്യുന്ന നീചമായ കർമ്മങ്ങളെക്കുറിച്ച് ഓർത്ത് എൻ്റെ അമ്മയായി പോയി സ്വാമി ഇവരൊരു സ്ത്രീയാണോ എന്ന് ചോദിക്കുന്നതും ഉണ്ടെന്ന് ഞാൻ ഇതിൻ്റെ കൂടെ പറയുകയാണ്. അവിടെ ഈ കവിതയ്ക്ക് പ്രസക്തിയില്ല, അല്ലേ? പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ യാഥാസ്ഥികമായിട്ട് ചിന്തിക്കുമ്പോൾ അമ്മ എന്ന് പറയുന്ന അമ്മമാർ മക്കളുടെ നാശം കാണാൻ ശപിക്കുന്ന എത്ര പേര്. അവൻ നന്നാവൂല സ്വാമി, അവൻ നശിച്ചു പോകും എത്ര പേരുണ്ട്. സ്വന്തം മകളെ സ്വന്തം ഗൃഹത്തിനകത്തിരുന്ന് ശപിക്കുന്നത്, മിണ്ടാത്തത്. എന്തിന്? മകളെ നശിപ്പിച്ചത് പോട്ട്, മകളെ കുടുംബം നശിപ്പിക്കണ പോട്ട്, കൊച്ചുമകളെ കൂടെ നശിപ്പിക്കണ തള്ളമാർ എത്രയുണ്ട് അമ്മമാർ. എൻ്റെ മുമ്പിൽ ഞാൻ ദൃക്സാക്ഷിയാണ്. എന്നിട്ട് കള്ള അഭിനയവും കാണും, കുറേ കരച്ചിലും ചെയ്യും നമ്മളാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പേര് ഉണ്ട്. ഒരു പശുവിനെ കൊണ്ട് കുളിപ്പിക്കാൻ പോയി. എൻ്റെ അടുത്ത് ഒരാളെ വിളിച്ചതാണ്. അപ്പോൾ കുളിപ്പിക്കാൻ പോയിട്ട് ഒരു മരത്തിൽ കെട്ടിയിട്ട് ഒരാളെ വിളിച്ചു. ഒരു വീട്ടിലൊരു വിഷയം വന്നപ്പോൾ പുള്ളി കെട്ടിയിട്ട് പോയി, ഈ തെങ്ങിൽ കെട്ടിയിട്ട് പോയി. ഈ കെട്ടിൻ്റെ കയറഴിഞ്ഞു പോയി.
ഇയാളങ്ങ് പോയപ്പം ഈ പശു മേഞ്ഞ് മേഞ്ഞ് എവിടോട്ടോ പോയി. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഈ പശുവിനെ കണ്ടില്ല. ഇയാളെപ്പോൾ തിരിച്ചു വന്നെന്നുള്ളത് അറിയത്തില്ല. സ്വാമി, ഈ പശുവിനെ എവിടെ ഒന്ന് കണ്ടുപിടിക്കാൻ മാർഗം സ്വാമി. ആരോ പറഞ്ഞു കാന്തല്ലൂർ സ്വാമിയെ വിളിച്ചാൽ പറഞ്ഞു തരുമെന്ന്. ഞാൻ എന്തോന്ന് പറയണം? എനിക്ക് അങ്ങനെ വല്ല ദിവ്യശക്തി ഉള്ളതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? പശുവിനെ നേരെ ചൊവ്വയെ കെട്ടാതെ പശു ഇറങ്ങി അങ്ങോട്ട് പോയി. ഇയാളെ സുഹൃത്തിൻ്റെ അവിടെ വിളിച്ചപ്പോഴോ പറഞ്ഞപ്പോഴോ അങ്ങോട്ട് പോയി. പശുവിനെ കാണാനില്ല. പശുവിനെ കാണാനിരുന്നപ്പോൾ കാന്തല്ലൂർ സ്വാമിയെ വിളിച്ച് ചോദിച്ചാൽ പറയുന്നു പറഞ്ഞ് പുള്ളി എന്നെ വിളിച്ചേക്കുന്നു. ഞാൻ എന്തോന്ന് ചെയ്യും? ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മാതെ പറഞ്ഞു. അവിടെ അങ്ങനെ പുല്ലുകൾ ഒരുപാട് നിൽക്കുന്ന വയൽ വല്ലതും ഉണ്ടോ? ആ വയലുണ്ട് സ്വാമി. എന്നാൽ വയൽ വഴി നോക്കി പോകാൻ പറഞ്ഞു. 3 കിലോമീറ്റർ അപ്പുറത്ത് സന്ധ്യയ്ക്ക് നിന്ന് അമ്മാന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. അതിന് ദിവ്യശക്തിയൊന്നും വേണ്ട. വേണോ? എടാ വയൽ വഴി പുല്ല് മേഞ്ഞ് 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 പോയി. അവൾ കുറേ എത്തിയപ്പോൾ എവിടെയാണെന്ന് അറിഞ്ഞൂടാ പശുവിന്. നിലവിളിച്ചു. അപ്പം ഇത് ബുദ്ധി കൊണ്ട് എനിക്ക് ബുദ്ധിയില്ല, ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ പശുവിനെ കെട്ടുമ്പം നിങ്ങൾ സൂക്ഷിച്ച് എന്നെ ഞാൻ പറഞ്ഞു, സ്വാമി കിട്ടി സ്വാമി പറഞ്ഞ പോലെ കിട്ടി, സ്വാമിക്ക് ദിവ്യശക്തി ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ദിവ്യശക്തി ഇല്ല ഇതിനകത്ത്. നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, പശുവിനെ കെട്ടുമ്പോൾ മുറുക്കി കെട്ടണം. 1. 2, ഇത് പശുവിനെയും കൊണ്ട് എവിടെയാണോ പോകുന്നത് ആ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണ വേണം. കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ പശു എന്തായാലും അവിടെയും വിട്ട് പോയിരുന്നെങ്കിൽ വല്ല റെയിൽവേ ട്രാക്ക് വല്ലതും ഉണ്ടോ? ഉണ്ട് സ്വാമി, അവിടെ റെയിൽവേ പാളത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പശു ഒന്ന് ആളും പേരും ഇല്ലാതെ റെയിൽവേ ട്രാക്കിൽ വല്ലതും കയറി നിന്നാൽ ട്രെയിൻ വന്നാൽ ഈ പശുവിനെ തിരിച്ചു കിട്ടിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. നല്ല കർമ്മങ്ങൾ ആളായതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ പശുവിനെ തിരിച്ചു കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് അശ്രദ്ധയുള്ള മനുഷ്യനാണല്ലേ, എനിക്കൊരു ശ്രദ്ധക്കുറവുണ്ട് സ്വാമി, അതെങ്ങനെ അത് സ്വാമി എങ്ങനെ കണ്ടുപിടിച്ചു? അശ്രദ്ധയുള്ള ആളല്ലേ ഈ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടുകയുള്ളൂ. അതൊക്കെ വളരെ കാര്യമായിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. ഭൂമി ഉരുണ്ട ഭൂമിയാണല്ലോ. അപ്പോൾ ഒരാൾ എപ്പോഴും സ്വപ്നം കാണുന്നതോട് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പുള്ളി മറ്റേ സൈഡിൽ കൂടെ ഓടുന്നതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ജോലി? ഇത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എവിടെ? കല്യാണങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അപ്പം ഭൂമി കറങ്ങുന്നതായിട്ടാണ് കാണുന്നത്, അതോ ഭൂമി ഇങ്ങനെ താളം പിടിക്കുന്നതായിട്ട് ഇളകി മറിയുന്നതായിട്ടാണോ കാണുന്നത്? അത് ഭൂമി ഇങ്ങനെ കറങ്ങുന്നു, ഞാൻ മറ്റൊരു സൈഡിൽ കൂടെ ഓടുന്നതായിട്ട് ഇങ്ങനെ കാണും. എത്ര ആളായിട്ട് കാണും? അത് 1-2 തവണ കാണും സ്വാമി. പക്ഷേ എന്നാലും അത് വല്ല ദോഷമുള്ളതാണോ? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ? അതെ. നിങ്ങളിപ്പോൾ ഭക്ഷണ സാധനങ്ങൾ പണ്ടുണ്ടാക്കിയുള്ള പേരിപ്പോഴുണ്ടോ? അതില്ല. അതെന്താ? എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല സ്വാമി. എന്താണ്? പണം ധാരാളം ഉണ്ടായി. അന്നം ഉണ്ടാക്കി കൊടുത്ത് വിവാഹങ്ങൾക്കും സഞ്ചാരങ്ങൾക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ധാരാളം പണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന് അതിനോടുള്ള ശ്രദ്ധ കുറഞ്ഞു. അന്നം കൊടുക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ദൈവകൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നതാണ്. നമുക്കൊരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വെമ്പായത്ത് അവിടുത്തെ DAFക്കാർ വന്നിട്ട് ചോറ് പൊതി മേടിച്ചുകൊണ്ട് പോകും. നമുക്ക് വലുതായിട്ടൊന്നും കൊടുക്കാനില്ല, എന്നാലും എത്ര പൊതിയാന്ന് വെച്ചാൽ ഞാൻ ബിന്ദുവിനോട് പറയും, ബിന്ദു അത് എത്രയാണെന്ന് വെച്ചാൽ അവർക്ക് ഉണ്ടാക്കി കൊടുത്തേക്ക്. അവർ മെഡിക്കൽ കോളേജിൽ കൊടുക്കും. വലിയ പുണ്യപ്രവൃത്തിയിൽ നല്ല ചെറുപ്പക്കാരായ പിള്ളേർ, വെമ്പായത്തുള്ള കുട്ടികൾ, അവർ DAFയുടെ പിള്ളേരാണ്. അവർ വന്നിട്ട് അത് രാഷ്ട്രീയമൊന്നുമല്ല, ഞാൻ പറഞ്ഞ രാഷ്ട്രീയവും മതമൊന്നുമല്ല, അവർക്ക് അതിനുള്ളൊരു മനസ്സുണ്ടല്ലോ. അവിടെ അന്നം കഴിക്കാനില്ലാതെ എത്രയോ പേര് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ അന്നം കഴിക്കാനില്ലാതെ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ഇവരൊരു പൊതി ചോറുമായിട്ട് ചെല്ലുന്നത്. അവിടെ നമുക്ക് രാഷ്ട്രീയം കാണേണ്ട ആവശ്യമില്ല. ഞാനപ്പോൾ ബിന്ദുവിനോട് പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാം എത്രയെന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു വീതം അന്നം കൊടുക്കണം. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞെന്താണ്, നിങ്ങൾ അന്നം കൊടുക്കുമ്പോൾ നിങ്ങളതിൻ്റെ മഹത്വം കൽപ്പിക്കാത്തത് കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ദോഷങ്ങളുണ്ടാകുന്നു. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ അന്നത്തിന് നാശമുണ്ടാകും. അന്നത്തിൽ നിന്ന് കിട്ടിയ ദ്രവ്യത്തിന്, അന്നത്തിന് കിട്ടിയ പണമുണ്ടല്ലോ, ആ അന്നം കൊടുത്ത് കിട്ടിയ പണത്തിന് നാശമുണ്ടാകും. അങ്ങനെ നിങ്ങൾ ഒന്നുമില്ലാത്തവനായി തീരാനുള്ള മഹായോഗം ആണ് ഇപ്പോൾ. അയ്യോ സ്വാമി, ഞാൻ എൻ്റെ മക്കളെയൊക്കെ കെട്ടിച്ചയച്ചു, എല്ലാവർക്കും എല്ലാം കൊടുത്തു. പാപ്പ എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം അന്നം തന്നതാണ് അല്ലേ? ഒരു കല്യാണം നടത്തുമ്പോൾ അവർ പണം തരും, നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അത് ഉത്തമമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഉത്തമമായ ഭക്ഷണം ഉണ്ടാക്കി വൃത്തിയും വെടുപ്പുമില്ലാതെ ഭക്ഷണം കൊടുത്താൽ അതിൽ നിന്ന് ദ്രവ്യനാശം നിങ്ങൾക്കുണ്ടായത് മുഴുവൻ നശിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ അത്തരം പരിപാടികൾ അങ്ങ് നിർത്തുക. അന്നം കൊടുത്ത് നമ്മുടെ ദോഷങ്ങൾ അവസാനിപ്പിക്കണം. ആ ദോഷങ്ങൾ തീർക്കാൻ പറ്റും. നമുക്ക് വിശക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ഒരാളുടെ ഉദരം നിറയുമ്പോൾ നമുക്ക് എത്രയോ ജന്മത്തിലെ
ആ ദോഷങ്ങൾ തീരും എന്നാണ്. വിശക്കുന്നവൻ ചിലർ വന്ന് കൈ നീട്ടുമ്പോൾ, ഭിക്ഷാടനത്തിന് കൈ നീട്ടുമ്പോൾ നമുക്കുണ്ടെങ്കിൽ അത് ഭിക്ഷക്കാരനാണെന്ന് തോന്നിയാൽ, അർഹതയുള്ളവനാണെന്ന് തോന്നിയാൽ, വിശക്കുന്നവനാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ അവന് കൊടുക്കുന്നത്, ദക്ഷിണയാണെന്നേ പറയാവൂ. അത് യാചകൻ ചോദിക്കുന്നത് പോലും അവൻ്റെ വിശപ്പിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് കൊടുക്കണം എന്നാണ് പറയുന്നത്. പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് ഓണക്കാലം വിഭവസമൃദ്ധമായിരിക്കട്ടെ എന്നുള്ളതാണ്. കാലങ്ങൾ മാറി വരുന്ന സമയമാണ്. മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കേണ്ട കാലമാണ്. കാരണം മാതാപിതാക്കൾക്ക് ഇത്തിരി ദുരിതകാലമുണ്ട് പൂരാട നക്ഷത്രക്കാർക്ക്. കുറച്ചു കാലമായിട്ട് ദോഷകാലങ്ങളായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും, എല്ലാ മനുഷ്യർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും പൂരാടം നക്ഷത്രക്കാർക്ക് ധനം എത്ര ഉണ്ടെങ്കിലും ഞെരുക്കം വരുന്നൊരു കാലഘട്ടമാണ്. സന്താനങ്ങളെ കൊണ്ട് ദുഃഖം വരുന്നൊരു സമയമായതുകൊണ്ട് ഓണക്കാലം ആ ദോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറട്ടെ, സന്തോഷകരമായൊരു ഓണക്കാലം ഉണ്ടാകട്ടെ. പൂരാട നക്ഷത്രക്കാർക്ക് അത് ഗുണകരമായിട്ടുള്ളൊരു കാലഘട്ടം അല്ല, എന്നാൽ പോലും നമുക്ക് പ്രാർത്ഥന കൊണ്ടും ഈശ്വര ഭജന കൊണ്ടും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.